അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വരും കേട്ടോ. ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അത് ശരിയായോന്ന് എനിക്കറിയില്ല. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായാലും ആയില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ ചെറിയൊരു ചായക്ക് കടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നേരം മാവൊക്കെ ഒന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് മാവ് ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. ഞാനത് അപ്പം തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കോഴിമുട്ട, മൈദ, റവ, പഞ്ചസാര, അധികം വേണ്ടവർക്ക് അധികം ഇടാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് വെക്കുക കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നു. അപ്പോൾ ഓക്കെ, ബൈ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചായക്ക് ഒരു കടി ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ പേരും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 കോഴിമുട്ട, പിന്നെ കുറച്ച് മൈദ എടുക്കണം, പിന്നെ റവ കുറച്ച് വേണം കേട്ടോ. അപ്പം മുട്ട നമുക്കിതിൽ ആദ്യം പൊട്ടിക്കാം. പേരൊക്കെ ഞാൻ അവസാനം ഒരു പേരിടാം കേട്ടോ. പഞ്ചസാര എടുക്കുന്നു. പഞ്ചസാര 1 സ്പൂണ്, 2 സ്പൂൺ. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക അല്ലേ. പാത്രം താഴത്തേക്ക് വീഴുമെന്നാവും കേട്ടോ. അപ്പോൾ ചില കൂട്ടുകാർക്ക് പറയാറുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. ഞാൻ ശ്രദ്ധിച്ച് എല്ലാ പണികളും ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുറച്ച് മൈദ എടുക്കാം. ഇത്ര മൈദ എടുക്കണ്ട കേട്ടോ. കുറച്ച് റവ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഇത് നല്ല കട്ട ആവണില്ലെങ്കിൽ കുറച്ച് വെള്ളം എടുക്കണം കേട്ടോ. ഇത് ഇളക്കാൻ കുറച്ച് പാടാട്ടോ. ഇളക്കിയും കൊണ്ട് ഒന്ന് തെച്ചു വിടണം. കുറച്ച് വെള്ളം അപ്പം ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് വിവരം പറയാം. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഉണ്ടാക്കി നോക്കാൻ പറയാം കേട്ടോ. ആദ്യം നമുക്ക് ശരിയാണോ നോക്കണ്ടേ. ഇത്രയും വെള്ളം വെച്ചു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ കമൻറ്റും എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ കമൻറ്റൊക്കെ എഴുതണം. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെത്താത്തവർ നല്ല ലൈക്ക് ചെയ്യണ ആൾക്കാരോടും നന്ദിയുണ്ട് കേട്ടോ. നന്നായിട്ട് ഇനി ഇങ്ങനെ കുറയ്ക്കും. അപ്പം ഇത്ര ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നമുക്ക് ഉപ്പിടാം കേട്ടോ. പിന്നെ ഇതെന്താ പറയുക, അപ്പസോഡ. ഇതിന് അപ്പസോഡയാണ് അപ്പക്കാര പറയുന്ന അറിയില്ല കേട്ടോ. അപ്പസോഡ, അപ്പത്തിനുള്ള സോഡ, അപ്പസോഡ കുറച്ചിട്ടോ. പിന്നെ വേണം നമുക്ക് ഏലക്കായ്ക്ക് ഇടാം കേട്ടോ. ഏലക്കായ ഒരു കഷ്ണം ഉണ്ട് ഇവിടെ. 2 കുഞ്ഞ് ഏലക്കായ്ക്ക് ഇട്ട് കേട്ടോ. അത് വേണം നമുക്ക് ഇടാൻ. എൻ്റെ കൂട്ടുകാർ ഇതിനൊക്കെ അഭിപ്രായം എന്തെങ്കിലുമൊക്കെ പറയണം. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇതാദ്യം ഞാനൊന്ന് ശരിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയാവാതിരിക്കില്ല. ഇത്രയായിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒഴിക്കാം.
അപ്പോൾ ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വിജയേട്ടൻ കുറച്ച് നേരം പണിയിട്ട് പറഞ്ഞിട്ട് പോയതാണ്, വന്നിട്ടില്ല. പിന്നെ ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അച്ചു, അതായത് മകൻ, അത് പുറത്തേക്ക് പോയിരിക്കണു. അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അച്ഛന് ഇന്നലെയൊക്കെ ശ്വാസം മുട്ടലും നെഞ്ചുവേനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇപ്പം അവിടെ കിടക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇപ്പം എണ്ണ ചൂടായി കേട്ടോ. ഇനി എണ്ണയിൽ ഒഴിക്കുക. ഇനി നല്ല പൊന്തി വരുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും വേറിനോടത്ത് വെച്ച് കാണാം. നന്നായിട്ട് ഒഴിക്കാൻ നിങ്ങൾ എങ്ങോട്ട് ചെരിക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ പിടിച്ചാൽ അങ്ങനെ പിടിച്ചാൽ എങ്ങോട്ട് ചെറുക്കണം. നിങ്ങൾ ചെരിക്കണ്ട. നിങ്ങൾ സൗണ്ടും കേട്ട് മാവ് പൊന്തി വരും നോക്കാം. അപ്പോൾ കുറച്ച് മാവ് പൊന്തി വരുന്നുണ്ട്. നമുക്ക് മറിച്ചിട്ട് നോക്കാം കേട്ടോ. ഇനി ഇത് കഴിച്ചാൽ അറിയുള്ളൂ കേട്ടോ ഇതിൻ്റെ വിവരങ്ങളൊക്കെ. കഴിച്ചിട്ട് വിവരം പറയാം. എങ്ങനെ ഉണ്ട്, സോഫ്റ്റ് ഉണ്ടോ അതോ കല്ല് പോലെയാണോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഞങ്ങളുടെ ഇത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. പോയിട്ട് ഇനി കഴിച്ച് നോക്കണം. ഇത് അടിയൊക്കെ നല്ലത്, മുകളിലും അടിയിലത്തെ അങ്ങനെ നല്ലത് വെച്ചതൊക്കെ നല്ലത് തന്നെയാണ്. ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നമുക്ക് ഇത് ഈ ബെണ്ണിൻ്റെ പോലെ നമുക്ക് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വിജയേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം കഴിച്ചിട്ട് പോട്ടെ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല ചൂടും. അവനെ ഒന്ന് കാണിച്ചോ. അപ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. കേട്ടോ, നാളെ കാണാം. എങ്ങനെയായാലും മോള് ഉണ്ടാക്കിയ പലഹാരം കുഴപ്പമില്ലെന്നല്ല കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തൊക്കെ വേണ്ടെന്ന് അറിയോ? 2 കോഴിമുട്ട, 2 കോഴിമുട്ടയിൽ പഞ്ചസാര ഇട്ടിട്ട് കലക്കുക. പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് അതിൽ മൈദ കുറച്ചിടുക, പിന്നെ റവ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഉപ്പിടുക, ഏലക്കായ വേണമെങ്കിൽ അതിടുക. പിന്നെ കുറച്ച് അപ്പസോഡ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇഡ്ഡലി മാവിനെ ഒഴിക്കണ പോലെ ഒഴിച്ചാൽ മതി കേട്ടോ.